ഹായ്, വെൽക്കം ടു പി സി ടോക്ക്. എൻ്റെ പേര് പി സി അഹമ്മദ്. കഴിഞ്ഞ 5-6 വർഷങ്ങളിലായി ട്രെയിനിങ് രംഗത്തുണ്ട്. പക്ഷേ എങ്കിലും യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റിങ്ങുമായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എത്ര പേർക്ക് എന്നെ മുഖപരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി ട്രെയിനിങ് മേഖലയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ കൂടുതലും ഈ പരിശീലന രംഗത്തുള്ളത് പ്രസംഗ പരിശീലനം എന്നുള്ള ഒരു സബ്ജക്റ്റുമായി കൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ ക്യാപ്ഷൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്തേ നിങ്ങൾക്ക് മാത്രം എന്നാണ് ഞാനിതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് കാലം മുമ്പ് വരെ ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. എന്തേ നിനക്ക് മാത്രം കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് കുറച്ച് ആൾക്കാരോട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം എന്നോ മനസ്സിൽ തോന്നി തുടങ്ങിയതാണെങ്കിലും അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് സാധിക്കാതെ വന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിരുന്നു. അത് നിങ്ങളിൽ പലരും, ഇപ്പോൾ ഇത് വീക്ഷിക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് ഒരു സംശയവുമില്ല. ഈ പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കലകൾ, പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കലകളും നമ്മുടെ മുമ്പിൽ ഒരുപാട് കലകളുണ്ട്. ചിത്രകല, സംഗീതകല, അതുപോലുള്ള നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കലകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും മറ്റുള്ള കലകളിൽ നിന്നൊക്കെ ഈ പ്രസംഗ കലയെ വ്യത്യസ്തമാക്കുന്നത് ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു കലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും ഈ ഒരു പ്രസംഗ കലയുടെ ഒരു സ്കില്ല് എല്ലായിടത്തും നിങ്ങൾക്ക് ആവശ്യം വേണ്ടി വരുന്ന ഒരു കലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്തെടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ എനിക്കിത് അത്യാവശ്യം ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അറിവ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിലും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി വരുന്ന എപ്പിസോഡുകളിൽ, ഇതിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റുള്ള ക്ലിപ്പിങ്ങുകളിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് എല്ലാവർക്കും സാധ്യമാവാത്തത്, എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇത് ഒരു കഴിവായി കൊണ്ടു നടക്കുന്നത്, എന്തുകൊണ്ടാണ് പലർക്കും സ്റ്റേജിൽ കയറാനുള്ള ഒരു ഭയം ഉള്ളിൽ തോന്നി തുടങ്ങുന്നത്, അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു പരിശ്രമം നടത്തിയാൽ നിങ്ങൾക്കും, നിങ്ങൾ ഇതുവരെ അടക്കി വച്ചിരുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾക്കും വേദികളിൽ പുറത്തെടുത്തുകൊണ്ട് അനായാസം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നവരെ നോക്കി സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കും സാധ്യമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് അല്ലെങ്കിൽ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഒരു കാലത്ത് ഇത് മനസ്സിലൊരു ആഗ്രഹമായി കൊണ്ടു നടന്നിരുന്ന കാലം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളും ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിനെ സമീപിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്കും ഈ കല സാധ്യമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രസംഗകല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേദിയിൽ കയറി നിന്നുകൊണ്ട് നിങ്ങൾ വളരെ അനായാസമായി സംസാരിച്ച് പ്രാസംഗികൻ എന്ന ഒരു പേരെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രാസംഗികനായോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രസംഗകനായോ അറിയപ്പെടുക എന്നതിലുപരി നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾക്കെല്ലാവർക്കും നമ്മളുടെ പ്രായത്തിനനുസരിച്ചും നമ്മളുടെ വായനാശീലത്തിനനുസരിച്ചും നമ്മളുടെ ജീവിത അനുഭവത്തിനനുസരിച്ചുമുള്ള അറിവുകൾ നമ്മുടെയൊക്കെ തലയിൽ ഉണ്ടാവും, അതൊരു സംശയവുമില്ല. ആ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. സാധാരണ ഇത് പറയാറുള്ളത് ഇഫ് യു ക്യാൻ ടോക്ക് യു ക്യാൻ സ്പീക്ക് എന്നാണ്. ടോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുന്നതിനെയാണ് ടോക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ സംസാരിക്കാൻ കഴിവുണ്ട് എന്നർത്ഥം. പക്ഷേ നമുക്കൊക്കെ ഒരു വിഷമം അനുഭവപ്പെടുന്നത് ഒരു സ്റ്റേജിനെ അഭിമുഖീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് നമ്മളൊക്കെ പിറകോട്ടടിക്കുന്നത് അല്ലെങ്കിൽ വഴിമാറിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സ്വാഭാവികമാണ്. ഇത് 1-2 ഷോർട്ട് കട്ടുകളിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറുക്ക് വഴികളിലൂടെയോ നേടാവുന്ന ഒരു കഴിവല്ല. പകരം ഒരു ചെറിയൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ആ പരിശ്രമത്തിലൂടെ ഈ ഒരു കഴിവ് നിങ്ങൾക്കും ആർജിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പ്രസംഗകലയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന US അമേരിക്കൻ പൗരനായ ഡെയിൽ കാർണഗിയാണ് പ്രസംഗകലയെക്കുറിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ പ്രസംഗത്തിൻ്റെ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ
ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആർജിച്ചെടുക്കുവാൻ 3 വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ വഴി എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസ്, രണ്ടാമത്തെ വഴി പ്രാക്ടീസ്, മൂന്നാമത്തെ വഴിയും പ്രാക്ടീസ്. അതായത് 3 വഴികളും അദ്ദേഹം ഒറ്റ വേർഡിലാണ് ഒതുക്കുന്നത്. പ്രാക്ടീസ് മാത്രമാണ് ഇതിനുള്ള ഒരു മറുവഴി എന്നുള്ളത്. ചെറിയൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എനിക്കും നന്നായി സംസാരിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കും സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ ചെറിയൊരു പരിശ്രമം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും അനായാസം എവിടെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ പ്രസംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു വേദിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. സാധാരണ രീതിയിൽ ആദ്യം തുടങ്ങുന്നത് ഒരു സ്വാഗത പ്രസംഗം കൊണ്ടാണ്. അത് കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗം, പിന്നെ ഉദ്ഘാടനം, പിന്നെ മുഖ്യപ്രഭാഷണം, അനുമോദന പ്രസംഗങ്ങൾ, ആശംസകൾ, ഏറ്റവും ഒടുവിലായി നന്ദി പ്രസംഗം. ഇങ്ങനെ പല രീതിയിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ സാധാരണയായി കേട്ടുവരാറുള്ള പ്രസംഗങ്ങളാണ്. അതുപോലെ തന്നെ അനുശോചന യോഗങ്ങളും. അപ്പോൾ ഈ ഓരോ പ്രസംഗങ്ങളിലും എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എന്താണ് ഓരോ പ്രസംഗത്തിൻ്റെയും വ്യത്യസ്തത, പ്രത്യേകിച്ച് അനുശോചന യോഗങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ, ഇങ്ങനെ ഓരോ പ്രസംഗത്തെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാനാണ് ഞാൻ തയ്യാറെടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരൊറ്റ എപ്പിസോഡിൽ ഒതുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഓരോ എപ്പിസോഡുകളായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനെനിക്ക് ആകെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ എൻ്റെ ചാനൽ PC ടോക്ക് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപകരണത്തിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എപ്പിസോഡും മിസ്സാവാതിരിക്കാൻ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നിങ്ങളതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വിഷയങ്ങളുമായി പ്രസംഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറായി നിന്നിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങളുമായി ഈ പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള പ്രത്യേകിച്ച് ഒരു 5 കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ബൈ.